നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാളുടെ വളർച്ച അത്ര എളുപ്പമുള്ള കാര്യമല്ല. സമയമെടുത്ത് വളരുന്നതാണ് പതിവ്, അതാണ് നല്ലതും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം അങ്ങനെയല്ല ഉണ്ടായത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാകുന്നു, നേതാവാകുന്നു, MLA ആവുന്നു. അത് അയാളുടെ കഴിവുകൊണ്ടും കഴിവിന് അപ്പുറം പിന്താങ്ങാനും വളർത്താനും ആളുകൾ ഉണ്ടായതും കൊണ്ടാണെന്ന് പറയാതെ വയ്യ. പക്ഷേ അയാൾക്ക് കിട്ടിയ ആ അനുകൂല സാഹചര്യം നന്നായി ഉപയോഗിക്കാൻ അയാൾ മറന്നുപോയി എന്താണ് വാസ്തവം. അല്ലെങ്കിൽ അയാളത് ഉപയോഗിച്ചത് മറ്റു പല തരത്തിലായി പോയി എന്ന് മാത്രം. ജനപ്രതിനിധിക്ക് എന്തുമാകാം, കിരീടം വയ്ക്കാത്ത രാജാവാണ് താനെന്ന് അയാൾ കരുതിപ്പോയി. ഒടുവിൽ അത് അയാളുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുമെത്തി. അങ്ങനെ പെട്ടെന്ന് മുളച്ചു വന്ന ഒരു നേതാവ് പെട്ടെന്ന് ഇല്ലാതാവുന്നതും രാഷ്ട്രീയ കേരളത്തിന് ഒരുപക്ഷെ വരുന്ന ആളുകളിൽ കാണേണ്ടിയും വന്നേക്കാം. ആ വിഷയം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ആദ്യ വിക്ഷേപണത്തിന് സജ്ജമായി ഇസ്രോ. PSLV C-62 വിക്ഷേപണം രാവിലെ 10:17. പ്രതിരോധ തന്ത്രപ്രധാന മേഖലകളിൽ മുതൽക്കൂട്ടാകുന്ന അന്വേഷണമടക്കം 16 പേലോഡുകളുമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരും. PSLV C-61 വിക്ഷേപണം പരാജയപ്പെട്ടതിന് പിന്നിലെ ശേഷമുള്ള PSLVയുടെ ആദ്യ ദൗത്യം. മകരവിളക്കിന് ഇനി 2 നാൾ. അയ്യപ്പനെ തൊഴാനും മകരജ്യോതി ദർശനത്തിനുമായി ഭക്തലക്ഷങ്ങൾ ശബരിമലയിലേക്ക്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയോടെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നാളെ പരിഗണിക്കും. പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. പത്മകുമാർ, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിൽ. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിക്കും. ഇന്ന് ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായി ചർച്ച. PVK അധ്യക്ഷൻ വിജയ്ക്ക് ഇന്ന് നിർണായക ദിനം. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ന്യൂഡൽഹിയിൽ CBI സംഘത്തിനു മുന്നിൽ ഹാജരാകും. വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരായ അപ്പീൽ ഇന്ന് സുപ്രീം കോടതിയിൽ. സ്പാനിഷ് സൂപ്പർ ലീഗ് കിരീടം ബാഴ്സലോണയ്ക്ക്. റയൽ മാഡ്രിഡിനെ 3-2 തകർത്തു. റഫീഞ്ഞോയ്ക്ക് ഇരട്ട ഗോൾ. 2026 ആദ്യ വിക്ഷേപണത്തിന് സജ്ജമായി ഇസ്രോ. PSLV C-62 വിക്ഷേപണം ഇന്ന് രാവിലെ 10:17 നടക്കും. പ്രതിരോധ തന്ത്രപ്രധാന മേഖലകളിൽ മുതൽക്കൂട്ടാവുന്ന അന്വേഷണ അടക്കം 16 പേലോഡുകളുമായി വാഹനം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരും. PSLV C-61 വിക്ഷേപണം പരാജയപ്പെട്ടതിന് ശേഷമുള്ള PSLVയുടെ ആദ്യ ദൗത്യമാണ് ഇത്. റിമോട്ട് സെൻസിംഗ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതാണ് അന്വേഷണം. ബഹിരാകാശത്ത് വച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യയും ഇതിനോടൊപ്പം പരീക്ഷിക്കും. തിരിച്ചുവരവിന് തയ്യാറെടുത്ത് PSLV. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 10:17 PSLV C-62 കുതിച്ചുയരുന്നത്. 2 സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകളുള്ള PSLV DL വേരിയന്റ് ഉപയോഗിക്കുന്ന 5ാമത്തെ വിക്ഷേപണവുമാണ്. കഴിഞ്ഞ വർഷം PSLV C-61 വിക്ഷേപണത്തിൽ നേരിട്ട പരാജയത്തിന് ശേഷമുള്ള ആദ്യ വിക്ഷേപണമാണിത്. ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ഇന്ത്യയുടെ അഭിമാന നേട്ടങ്ങളിൽ ഉപയോഗിച്ച PSLV ISROയുടെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനം കൂടിയാണ്. കൃഷി, നഗരാസൂത്രണം, പരിസ്ഥിതി നിരീക്ഷണം എന്നിവയിലുടനീളം വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന EOS-N1 അന്വേഷ ആണ് പ്രധാന
പ്രധാന പേലോഡ്. കൂടാതെ 18ലധികം ഉപഗ്രഹങ്ങളും വിക്ഷേപണത്തിന്റെ ഭാഗമാകും. ഇവ വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കും. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യയും പരീക്ഷിക്കും. അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഭാഗമായി ഇൻഡോ മൗറീഷ്യസ് സംയുക്ത ഉപഗ്രഹവും ദൗത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണമാണിത്. കൂടാതെ 101ാമത് ഓർബിറ്റൽ വിക്ഷേപണമാണിതെന്ന പ്രത്യേകതയും ഈ ദൗത്യത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, A. പത്മകുമാർ, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർക്കൊപ്പം ഇരുത്തി തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തന്ത്രിക്കായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. A. പത്മകുമാർ, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ നാളെയാണല്ലോ കോടതി പരിഗണിക്കുക. ഒപ്പം ഇനിയും കണ്ഠരരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു SITക്ക്, അല്ലേ? തീർച്ചയായിട്ടും മായ, ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ നിർണായകവും അപ്രതീക്ഷിതവുമായ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണെന്ന കാര്യത്തിൽ SITക്ക് ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ലാഭം തന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് SIT പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിലെ ഈ തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ മണിക്കൂറുകളോളമുള്ള പരിശോധനയിൽ പ്രധാനപ്പെട്ട രേഖകൾ ഈ SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഊന്നിയായിരിക്കും SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്തരത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടോ എന്ന കാര്യം വ്യക്തത വരണമെങ്കിൽ ഈ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, A. പത്മകുമാർ അടക്കമുള്ളവരെ ഈ തന്ത്രിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും SIT ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവരുടെയും മൊഴിയിൽ വരുന്ന വൈരുദ്ധ്യങ്ങളൊക്കെ വളരെ നിർണായകമാകും. ഇനി സമർപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ ആ മൊഴി വളരെയധികം നിർണായകമാകും. ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നതും അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുന്നതുമൊക്കെ. എന്തായാലും ഇന്നലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടും പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. അദ്ദേഹത്തെ വീണ്ടും തിരുവനന്തപുരം ജില്ലാ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ ഉടൻ തന്നെ SIT ഈ തന്ത്രിക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും എല്ലാം കോടതി ഒരുമിച്ചായിരിക്കും പരിഗണിക്കുക. അതേസമയം A. പത്മകുമാറിന്റെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന്റെയും ജാമ്യ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഈ റിപ്പോർട്ടുകൾ, അതായത് SIT നേരത്തെ ഇവർക്കെതിരെ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ കോടതി വിശദമായി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും കോടതി എന്ന നിലപാടെടുക്കുമെന്നുള്ളതും വളരെ നിർണായകമാണ്. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ്. സമരം നാളെ മുതൽ ആരംഭിക്കുമെന്ന് KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. ഇന്ന് ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഡോക്ടർമാരുമായി ചർച്ച നടത്താനിരിക്കുന്നു. ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും നാളെ മുതൽ ഡോക്ടർമാർ ബഹിഷ്കരിക്കും. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. വിവരങ്ങളുമായി ദേവിക ഒരിക്കൽ കൂടി ചേരുകയാണ്. ദേവിക, സംസ്ഥാനത്തെ ഡോക്ടർമാർ ഏതായാലും സമരത്തിലേക്ക് കടക്കുകയാണ്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? മുൻപും പല കാര്യങ്ങളും സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളതാണ്. ഇനിയും പരിഹരിക്കാത്ത ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആശുപത്രികൾ. അതൊക്കെ തന്നെയല്ലേ? തീർച്ചയായിട്ടും ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കണം. ഈ ശമ്പള DA കുടിശ്ശികകൾ അനുവദിക്കണം. കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക് വന്നിട്ട് ദിവസങ്ങൾ ഒരുപാടായി. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം OP റിലേ ബഹിഷ്കരണമൊക്കെ നടത്തിയിരുന്നു. അതേ തുടർന്ന് ഈ ജൂലൈ 1-ാം തീയതിയാണ് കൃത്യമായി പറഞ്ഞാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഡോക്ടർമാർ കടക്കുന്നത്. നവംബർ മാസം 10-ാം തീയതി ഈ തുടർച്ചയായിട്ടുള്ള സമരങ്ങളെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർമാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ആ ഉറപ്പൊന്നും പാലിക്കാത്ത സാഹചര്യത്തിലാണ് നാളെ മുതൽ ഇത്തരത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഡോക്ടർമാർ കടക്കുന്നത്. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന മേഖലയാണ്. അതിൽ ഡോക്ടർമാരും കൂടി മാറി നിൽക്കുമ്പോൾ ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഈ KGM-CTA ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിൽ ഇവർക്കൊരു ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ നാളെ മുതൽ സമരം നടത്തുമെന്ന കാര്യത്തിൽ
ഉറപ്പാണ്. ഇന്ന് എന്തായാലും KGMCTA ഭാരവാഹികൾ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അവരുടെ തുടർ നടപടികൾ എന്തെല്ലാമായിരിക്കുമെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ 19-ാം തീയതി സെക്രട്ടേറിയറ്റ് ധർണയടക്കമുള്ള സമര പരിപാടികളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡോക്ടർമാരുടെ തീരുമാനം. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. സ്വാമിയേ മകരവിളക്കിന് ഇനി 2 നാൾ. അയ്യപ്പനെ തൊഴാനും മകരജ്യോതി ദർശനത്തിനുമായി ഭക്തലക്ഷങ്ങൾ ശബരിമലയിലേക്ക്. മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയോടെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിക്കും. എരുമേലി പേട്ട സംഘങ്ങളും ഇന്ന് സന്നിധാനത്തെത്തും. സന്നിധാനത്ത് നിന്ന് രജിത് കുമാറും പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവും ചേരുകയാണ്. ആദ്യം കണ്ണൻ ദേവിലേക്ക് പോവുകയാണ്. കണ്ണൻ, മകരവിളക്കിന് ഇനിയിപ്പോൾ അധിക സമയമില്ല, 2 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയോടെയല്ല ഇന്നിപ്പോൾ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിക്കുക. കണ്ണനിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. രജിത്തുണ്ട് സന്നിധാനത്ത് നിന്ന്. രജിത്ത്, മകരവിളക്കിന് ഇനിയിപ്പോൾ 2 നാൾ മാത്രം ബാക്കി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ ശബരിമലയിൽ? ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 2 ദിവസമായി അധികൃതരുടെ യോഗമടക്കം ഏകോപന യോഗമടക്കം പൂർത്തീകരിച്ചുകൊണ്ട് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ തന്നെയും ഇന്ന് വൈകിട്ടോടുകൂടി ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം മകരവിളക്ക് ദർശിക്കുന്നതിനായി അയ്യപ്പ ഭക്തർ തുടർച്ചയായി വന്നിട്ടുള്ള അയ്യപ്പ ഭക്തരുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ തങ്ങുന്ന അയ്യപ്പ ഭക്തരുണ്ട്. ഒപ്പം തന്നെ ഇനി മകരവിളക്ക് ദർശിക്കുന്നതിന് ഈ 2 ദിവസങ്ങളിലായി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുണ്ട്. അവരെ എല്ലാവരെയും തന്നെ ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് സന്നിധാനത്ത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. ഏകദേശം 2 ലക്ഷത്തോളം, 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് മാത്രം മകരവിളക്ക് ദർശിക്കുന്നതിനായി എത്തുമെന്നാണ് പോലീസും ദേവസ്വം ബോർഡും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 1600 പോലീസുകാരാണ് സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതലകൾ വഹിച്ചു പോകുന്നത്. അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. ഏകദേശം 400 പോലീസുകാരെ കൂടി മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഇവിടേക്ക് നിയോഗിക്കുമെന്ന് നേരത്തെ തന്നെ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെയാണ് തിരുവാഭരണം കടന്നു വരുന്ന വഴികളിലടക്കം പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 14-ാം തീയതി 3 മണിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തുന്നത്. ശരംകുത്തിയിൽ നിന്നും ദേവസ്വം ബോർഡ് അധികൃതർ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തുകയാണ്. തുടർന്ന് 18-ാം പടി കയറി തിരുവാഭരണം ശ്രീകോവിലേക്ക് തന്ത്രിക്കും മേൽശാന്തിക്കും കൈമാറുന്നതോടുകൂടി ദീപാരാധന, തുടർന്ന് ഇവ ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയും അതിനുശേഷം മകരവിളക്ക് ദർശനവുമാണ് ഉണ്ടാവുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് ദേവസ്വം ബോർഡ് പോലീസും അറിയിച്ചിരിക്കുന്നു. എന്തു തന്നെയായാലും ഇപ്പോഴും അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പർണശാലകൾ കെട്ടിക്കൊണ്ട് അയ്യപ്പ ഭക്തർ ഇവിടെ തന്നെ തങ്ങുകയാണ്, മകരവിളക്ക് ദർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ. അതുകൊണ്ട് തന്നെ ഈ 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ഈ സന്നിധാനത്ത് നിന്നും മകരവിളക്ക് ദർശനം നടത്തിയതിന് ശേഷം തിരികെ പോകുന്നതിനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വിവിധ വഴികളിൽ ഏകദേശം 3ഓളം പ്രത്യേകം വഴികൾ, നിലവിലുള്ള പ്രധാന വഴി കൂടാതെ 2 വഴികൾ പമ്പയിലേക്ക് പോകുന്നതിനായി മരക്കൂട്ടം വരെ പമ്പയിലേക്ക് പോകുന്നതിനായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇവാക്വേഷൻ നടപടികളടക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ നടപ്പാക്കിയിരിക്കുന്നു എന്നതാണ്. അവയിൽ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമായ സൗകര്യങ്ങളും കുടിവെള്ള സൗകര്യങ്ങളടക്കം അയ്യപ്പ ഭക്തർക്ക് ലഭ്യമാക്കുന്നതിനും ഭക്ഷണമടക്കം ലഭ്യമാക്കുന്നതിനുമുള്ള നടപടികൾ നിലവിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് മകരവിളക്കിനായുള്ളൊരു കാത്തിരിപ്പാണ്. അന്ന് തന്നെ മകരസംക്രമ പൂജയുണ്ട്. അത് വൈകിട്ട് 3 മണിയോട് കൂടി മകരസംക്രമ പൂജയുണ്ട്. അതിനുശേഷമാണ് നിലവിൽ മകരവിളക്കിലേക്ക് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം
നടയടച്ചതിന് ശേഷം അയ്യപ്പ ഭക്തരെ കടത്തിവിടില്ല. സന്നിധാനത്തേക്ക് ഒപ്പം തന്നെ നിലവിൽ തിരുമുറ്റത്തേക്കോ അല്ലെങ്കിൽ മാളികപ്പുറത്തേക്കോ അയ്യപ്പ ഭക്തരെ കടത്തിവിടാതെ ഇവിടം ശുചീകരിച്ച് വൃത്തിയാക്കി തുടർന്ന് മകരസംക്രമ പൂജയും കഴിഞ്ഞതിന് ശേഷം മകരവിളക്കിനോടനുബന്ധിച്ച് മാത്രമേ അയ്യപ്പ ഭക്തരെ ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ എന്ന നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ പോലീസ് നൽകിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും തുടരുന്നു. ഒപ്പം തന്നെ ചടങ്ങുകൾ മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട്. മായ രജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കണ്ണൻ ദേവ് കൂടി ചേരുകയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. കണ്ണൻ, തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെ പന്തളം വലിയ കോയിക്ക് ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിക്കില്ലേ? അതേ മായ, ഇന്ന് ഉച്ചയോടെ പന്തളത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. രാവിലെ അതിന്റെ ഭാഗമായി രാവിലെ തന്നെ ഈ തിരുവാഭരണം സാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണം വലിയ കോയിക്ക് ക്ഷേത്ര ശ്രീകോവിലിന്റെ മുന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഭക്തർക്കായുള്ള ദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ തിരുവാഭരണങ്ങൾ കണ്ടുകൊള്ളാൻ വലിയ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. തീർത്ഥാടകരും അതുപോലെ ഭക്തരും അടക്കം നിരവധി പേരാണ് ഈ പന്തളം വലിയ കോയിക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പന്തളം കൊട്ടാരത്തിലെ പുനരിക്കുന്ന നാരായണവർമ്മയാണ് ഇത്തവണ രാജപ്രതിനിധിയായി ഘോഷയാത്ര നയിക്കുക. അദ്ദേഹം ഉച്ചയോടെ ഈ ഘോഷയാത്ര ഇവിടെ നിന്നും ആരംഭിക്കും. ഇത്തവണ പുതിയതായി ചുമതലയേറ്റ മരുതമല ശിവൻകുട്ടി സ്വാമിയാണ് ഗുരുസ്വാമിയായി. മരുതമല ശിവൻകുട്ടി സ്വാമിയുടെ നേതൃത്വത്തിലുള്ള 26 പേടക വാഹക സംഘമാണ് ഈ തിരുവാഭരണ പേടകങ്ങൾ വഹിക്കുന്നത്. ഇവർക്ക് സഹായികളായി 4 പേരടക്കം 30 പേരാണ് ഇത്തവണ ഈ തിരുവാഭരണം സന്നിധാനത്ത് എത്തിക്കുന്നതിനുള്ള ചുമതലയുള്ളത്. ഒപ്പം രാജപ്രതിനിധിയുടെ 12 അംഗ പല്ലക്ക് വാഹക സംഘം ഉണ്ടാകും. ഏതായാലും രാവിലെയാണ് ഈ തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങിയത്. അതായത് പന്തളം വലിയ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി ശ്രീകോവിലിൽ പോയിട്ട് ഉടവാൾ പന്തളം വലിയ തമ്പുരാന് കൈമാറും. ഈ വലിയ തമ്പുരാൻ ഈ ഉടവാൾ രാജപ്രതിനിധി കൈമാറുന്നതാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തുടക്കമാവുക. ആ സമയത്ത് പരന്തുകൾ വട്ടമിട്ട് പറക്കും. ഈ സമയത്താവും ഇവിടെ നിന്ന് പന്തളത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കുക. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ യാത്ര ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളിലും അതുപോലെ മറ്റ് ഹൈന്ദവ സ്ഥാപനങ്ങളും സന്ദർശിച്ച് വൈകുന്നേരത്തോടെ ഇന്ന് വൈകിട്ട് ഇടപ്പാവൂർ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരും. അത് ഇന്ന് വൈകുന്നേരം ഇടപ്പാവൂർ ദേവീക്ഷേത്രത്തിലായിരിക്കും തങ്ങുക. അതിനുശേഷം വിശ്രമം കഴിഞ്ഞ് നാളെ രാവിലെ യാത്ര വീണ്ടും തുടർന്ന് നാളെ വൈകിട്ട് ലാഹ സത്രത്തിൽ എത്തിച്ചേരും. അവിടെയാണ് നാളെ വൈകുന്നേരം ലാഹ സത്രത്തിലാണ് വിശ്രമിക്കുക. അതിനുശേഷം 3-ാം ദിവസം പുലർച്ചെ കാനനപാതകളിലൂടെ യാത്ര തുടർന്ന് ഉച്ചയോടെ പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തും. തുടർന്ന് രാജപ്രതിനിധി ഇവിടെ വിശ്രമിക്കും. അതിനുശേഷം 3 മണിയോടെ ആയിരിക്കും ഇവിടെ നിന്നും പമ്പയിൽ നിന്നും യാത്ര മരക്കൂട്ടത്തിൽ എത്തുക. പിന്നെ അവിടെ നിന്നും സ്വീകരിച്ച് ശബരിമലയിൽ എത്തുകയും മകരസംക്രാന്തി ദിനത്തിൽ അയ്യപ്പന് ഈ തിരുവാഭരണങ്ങൾ ചർച്ചയുള്ള പൂജയും ഒക്കെ ആയിരിക്കും നടക്കുക. അതായത് രാവിലെ ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ പന്തളത്ത് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിരവധി ഭക്തരാണ് ഈ തിരുവാഭരണം കണ്ടുതൊഴാൻ ഇവിടേക്ക് എത്തുന്നത്. മായ കണ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സന്നിധാനത്ത് നിന്ന് രജിത്തും വിവരങ്ങൾ നൽകുകയായിരുന്നു. സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. മകരവിളക്കിന് ഇനി 2 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഭക്തലക്ഷങ്ങളാണ് ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ഒപ്പം തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയോടെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിക്കുകയും ചെയ്യും. എരുമേലി പേട്ട സംഘങ്ങളും ഇന്ന് സന്നിധാനത്ത് എത്തും. ഏറെ ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. മറ്റു വാർത്തകൾ നോക്കാം. കരൂർ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ മൊഴി നൽകാൻ TVK അധ്യക്ഷൻ വിജയ്ക്ക് ഇന്ന് നിർണായകം. വിജയ് ഇന്ന് ഡൽഹിയിൽ CBI ആസ്ഥാനത്ത് ഹാജരാവും. രാവിലെ 11 മണിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിലെത്താനാണ് നിർദ്ദേശം. ദുരന്തത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളും മാനദണ്ഡങ്ങളിലെ ലംഘനവുമാണ് CBI പ്രധാനമായും പരിശോധിക്കുന്നത്. വിജയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി വിജയുടെ പ്രചാരണ വാഹനം CBI സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. സെപ്റ്റംബർ 27-ന് കരൂരിൽ നടന്ന TVKയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരായ അപ്പീൽ ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചേക്കും. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. ചീഫ് ജസ്റ്റിസ് മഹേന്ദ്ര മോഹൻ ശ്രീവാസ്തവ, ജസ്റ്റിസ് G.
അരുൺ മുരുകൻ എന്നിവരുടെ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവിട്ടത്. സെൻസർ സർട്ടിഫിക്കറ്റിൽ തീരുമാനമെടുക്കാൻ മതിയായ സമയം നൽകിയില്ലെന്ന് കാണിച്ചാണ് സ്റ്റേ അനുവദിച്ചത്. കേസ് പൊങ്കൽ അവധിക്ക് ശേഷം 21-ന് കോടതി വീണ്ടും പരിഗണിക്കും. ചിത്രം പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തില്ല. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകാനായിരുന്നു ജസ്റ്റിസ് PT ആശയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ലൈംഗിക പീഡന കേസിൽ വിശദമായ തെളിവെടുപ്പിന് പ്രത്യേക അന്വേഷണ സംഘം 7 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ നീക്കം. തിരുവല്ല കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് 7 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം എന്ന് കേൾക്കുന്നു. തിരുവല്ല കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും അല്ലേ? അതെ, തീർച്ചയായും. ഇന്ന് ഇത് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് SIT ആവശ്യപ്പെടുക. നിലവിൽ മാവേലിക്കര സബ് ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർപ്പിച്ചിട്ടുള്ളത്. ഒപ്പം ഇതിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യുവതിയെ പീഡിപ്പിച്ച ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. കൂടാതെ പീഡിപ്പിച്ച വേളയിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന യുവതി പരാതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. അതുപോലെ സാമ്പത്തിക ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം SIT ഇന്ന് കോടതി അറിയിക്കും. അതിനുശേഷമായിരിക്കും ഈ വിവരങ്ങളെല്ലാം അറിയിച്ച ശേഷം ആയിരിക്കും കസ്റ്റഡി അപേക്ഷയ്ക്ക് ഒപ്പം ഉണ്ടാവുക. ഈ രാഹുൽ കേസിൽ പരാമർശിക്കുന്ന തിരുവല്ലയിലെ ഹോട്ടലെത്തി തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ നേരത്തെ ശേഖരിച്ചിരുന്നത്. ഈ ഹോട്ടൽ റിസപ്ഷനിലെ ജീവനക്കാർ അടക്കമുള്ളവരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഹോട്ടലിലെ വേസ്റ്റുകൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിലാണുള്ളത്. അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഈ രാഹുലിന്റെ അഭിഭാഷകൻ സമർപ്പിക്കുന്നുണ്ട്. രാഹുലിന്റെ അഭിഭാഷകൻ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ നേരത്തെ കഴിഞ്ഞ ദിവസം ഇന്നലെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഹർജിയിൽ ഇന്നലെ വാദം കേൾക്കേണ്ട എന്നായിരുന്നു കോടതി പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്നത്. കസ്റ്റഡിയിൽ അപേക്ഷയിൽ തീരുമാനം ഉണ്ടായ ശേഷം മാത്രമേ ഈ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൻ, ഒരു സംശയം. പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകുമോ? അങ്ങനെ ഉണ്ടാവില്ല ഉടൻ എന്നാണ് കേട്ടിരുന്നത്. കസ്റ്റഡിയിൽ എന്താവും എന്ന് അറിയട്ടെ, അതിനുശേഷമേ ഉള്ളൂ. പ്രതിഭാഗം മാറി നിൽക്കുകയാണ്, ജാമ്യാപേക്ഷ നൽകില്ല എന്നാണ് കേട്ടിരുന്നത്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ നൽകുമോ? കഴിഞ്ഞ ദിവസം ഇതുപോലെ കോടതി അവധിയായതിനാൽ ഈ മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരുന്നു രാഹുലിനെ ഹാജരാക്കിയത്. ആ സമയത്ത് ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും ആ സമയത്ത് കോടതി അത് പരിഗണിച്ചിരുന്നില്ല, ജാമ്യം തള്ളുകയായിരുന്നു. അതിനുശേഷം ഇന്ന് കസ്റ്റഡി അപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടായ ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ മുന്നോട്ട് പോകുക. ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതായാലും കസ്റ്റഡി അപേക്ഷയിലുള്ള തീരുമാനം ഉണ്ടായ ശേഷം മാത്രമായിരിക്കും ഈ ജാമ്യാപേക്ഷയെ പറ്റി ചിന്തിക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നതുമായ. ശരി, കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു ചില വാർത്തകളിലേക്ക്. കോഴിക്കോട് വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. കുന്നമംഗലത്ത് കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാർ യാത്രക്കാരായ 2 പേരും പിക്കപ്പ് ഡ്രൈവറുമാണ് മരിച്ചത്. 2 പേർ ആശുപത്രിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുകയാണ്. വിനീഷ്, എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? പുലർച്ചെ 2:30യോടെയാണ് കൊടുവള്ളിയിൽ നിന്ന് കുന്നമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്ന വാനും കുന്നമംഗലത്തിൽ നിന്ന് കൊടുവള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കൂട്ടിയിടിക്കുകയായിരുന്നു. അപകട കാരണം അറിയില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതോ മറ്റോ ആവാനാണ് സാധ്യത എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും കാർ വെട്ടിപ്പൊളിച്ച ശേഷമാണ് 2 പേരെ പുറത്തെടുത്തത്. 2 പേർ മരിച്ചിരുന്നു. കൊടുവള്ളി സ്വദേശികളായ സുബിക്കി നിഹാൽ 27 വയസ്സാണ് 2 പേരും. അതുപോലെ തന്നെ വയനാട് സ്വദേശി ഷമീർ എന്നിവരാണ് മരിച്ചത്. ഇതിൽ ഒരാൾ പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവറാണ്. അമിത വേഗതയിൽ തന്നെയായിരുന്നു 2 വാഹനവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കൂട്ടിയിടിയിൽ പൂർണ്ണമായും കാർ തകർന്നതാണ്. അതുപോലെ തന്നെ തകർന്ന് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഒപ്പം തന്നെ ഈ പിക്കപ്പ് വാനും ഏറെക്കുറെ മുൻഭാഗം പൂർണ്ണമായി തന്നെ തകർന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2 പേരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ അതീവ ഗുരുതരമല്ലെങ്കിൽ പോലും അവർക്ക് പരിക്കുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പുലർച്ചെ ഇത്തരത്തിൽ 2:30
കൂടി കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. എന്തായാലും ശബ്ദം കേട്ട് നാട്ടുകാരും മറ്റാളുകളും ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. കാറിൽ നിന്ന് കാർ വെട്ടിപ്പൊളിച്ച ശേഷം കാർ പൂർണ്ണമായും തകർന്ന് അതിനകത്ത് കുടുങ്ങിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തിരുന്നു. പക്ഷേ 2 പേർ അതിനകം മരിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ദുഃഖകരമായ കാര്യം. എന്തായാലും പിക്കപ്പ് ഡ്രൈവറും മരിച്ചിട്ടുണ്ട്. വയനാട് സ്വദേശിയാണ്. എന്തായാലും മറ്റുള്ള നടപടികൾ ഇപ്പോഴും അവിടെ പൂർത്തിയായിട്ടില്ല. വാഹനങ്ങൾ അവിടെ ഗതാഗതം സ്തംഭിച്ചിരുന്നു ഹൈവേയിൽ. അതെല്ലാം പൂർണ്ണമായി വാഹനങ്ങളെല്ലാം തന്നെ റിക്കവറി വാനും മറ്റും ഉപയോഗിച്ച് അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അപകട കാരണത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തിലാണ് പോലീസ്. വിനീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ക്യൂബയ്ക്ക് മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലൻ എണ്ണയുടെയും പണത്തിൻ്റെയും ഒഴുക്ക് നിർത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുമായി കരാറിൽ ഏർപ്പെടാനാണ് ട്രംപിൻ്റെ ആവശ്യം. ക്യൂബയുടെ ദീർഘകാല സഖ്യകക്ഷിയായ വെനസ്വേല ക്യൂബയിലേക്ക് ഒരു ദിവസം ഏകദേശം 35,000 ബാരൽ എണ്ണ അയക്കുന്നതായാണ് കണക്കുകൾ പറയുന്നത്. ആരുടെയും ഇടപെടലില്ലാതെ ഇന്ധനം ഇറക്കുമതി ചെയ്യാനുള്ള അവകാശം ക്യൂബ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് ക്യൂബയുടെ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. ക്യൂബ എന്താണ് ചെയ്യേണ്ടതെന്ന് ആരും നിർദ്ദേശിക്കേണ്ടതില്ലെന്നാണ് ക്യൂബയുടെ നിലപാട്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDFന്റെ സത്യാഗ്രഹ സമരം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രിമാരും LDF നേതാക്കളും ജനപ്രതിനിധികളും സമരത്തിൽ അണിനിരക്കും. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും കേന്ദ്ര വിഹിതത്തിലെ കുറവും ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്രത്തിന്റെ നീക്കങ്ങളും ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ഒരുക്കിയ റേഡിയോ നെല്ലിക്ക പദ്ധതിക്ക് തുടക്കമായി. സൈബർ ചതിക്കുഴികൾ അടക്കമുള്ളവയിൽ ബോധവൽക്കരണം ലക്ഷ്യമാക്കിയുള്ള ഇന്റർനെറ്റ് റേഡിയോയുടെ പ്രചരണാർത്ഥമുള്ള സംസ്ഥാനതല റോഡ് ഷോ കാസർഗോഡ് നിന്ന് തുടങ്ങി. ബാലസൗഹൃദം യാഥാർത്ഥ്യമാക്കുക, ബാലാവകാശ സാക്ഷരത ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വ്യാപക പ്രചാരണ ബോധവൽക്കരണങ്ങളുടെ ഭാഗമായാണ് റേഡിയോ നെല്ലിക്ക ആരംഭിക്കുന്നത്. കുട്ടികൾക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ, ആത്മഹത്യാ പ്രവണത, ലഹരി, സൈബർ ചതിക്കുഴികൾ, സോഷ്യൽ മീഡിയ എഡിക്ഷൻ തുടങ്ങിയവ വർദ്ധിച്ചു വരുന്ന സാഹചര്യം പരിഗണിച്ചാണ് പദ്ധതി. റേഡിയോ നെല്ലിക്ക റോഡ് ഷോയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പെരിയ ജവഹർ നവോദയയിൽ ബാലാവകാശ കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് നിർവഹിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ ചിലർ മോശക്കാരായിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത്തരം ആളുകൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് നേരിടുവാൻ ഈ ഇളം പ്രായത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇതാണ് ചോദ്യം. ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ സ്വയം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ പരാതി സമർപ്പിക്കുവാൻ, നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും ബാലാവകാശ കമ്മീഷൻ ഒരു കമ്മീഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ അഭിമാനവും. കുട്ടികൾ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, പൊതുസമൂഹം എന്നിവർക്കിടയിൽ ബാലനീതി, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശം, പോക്സോ എന്നിവ സംബന്ധിച്ച് അവബോധവും റേഡിയോയിലൂടെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ലക്ഷ്യമിടുന്നു. കാസർഗോഡ് നിന്ന് തുടങ്ങിയ റോഡ് ഷോ 14 ജില്ലകളിലും സഞ്ചരിച്ച് ജനുവരി 30 തിരുവനന്തപുരത്ത് സമാപിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇടുക്കി രാജാക്കാട് വിളവെടുപ്പിന് പാകമായ മത്സ്യങ്ങളെ കുളത്തിൽ നിന്ന് മോഷ്ടിച്ചതായി പരാതി. രാജാക്കാട് മമ്മട്ടിക്കാനം സ്വദേശി സന്തോഷിന്റെ ഏലത്തോട്ടത്തിലെ കുളത്തിൽ നിന്നാണ് മത്സ്യങ്ങളെ മോഷ്ടിച്ചത്. കഴിഞ്ഞ 9 വർഷമായി പുത്തൻപുരയ്ക്കൽ സന്തോഷ് മത്സ്യകൃഷി നടത്തിവരികയാണ്. ഏറ്റവും ഒടുവിൽ 2500 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കുളത്തിൽ നിക്ഷേപിച്ചിരുന്നത്. സിലോപ്പിയ, നട്ടർ അടക്കമുള്ള മത്സ്യങ്ങളെ അടുത്ത ദിവസം വിളവെടുക്കാൻ കഴിയുമായിരുന്നു. ഇതിനിടെയാണ് കുളത്തിലുണ്ടായിരുന്ന മുഴുവൻ മത്സ്യങ്ങളെയും മോഷ്ടിച്ചത്. കുറെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും ചെയ്തു. സന്തോഷ് രാജാക്കാട് പോലീസിൽ പരാതി നൽകി. 2500ഓളം മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതായിരുന്നു. എല്ലാം വിളവെടുക്കാറായതായിരുന്നു. നട്ടറും സിലോപ്പിയായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. മുഴുത്ത മീനുകളെല്ലാം എങ്ങനെയോ ആരോ പിടിച്ചുകൊണ്ട് പോയി. ചെറിയ മീനുകളെല്ലാം കുളത്തിൽ ചത്ത് പൊങ്ങിയേക്കുവാണ്. എന്താ സംഭവം ഞങ്ങൾക്ക് അറിയില്ല. രാജാക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. രാവിലെ ഇതര സംസ്ഥാന തൊഴിലാളി മീനുകൾക്ക് തീറ്റ നൽകാനെത്തിയപ്പോഴാണ് മത്സ്യങ്ങളെ മോഷ്ടിച്ചതായി മനസ്സിലായത്. മുൻപും ഇവിടെ മോഷണ ശ്രമം നടന്നിരുന്നു. ഇതിനുശേഷം CCTV സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ മരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറയിൽ കുളത്തിന്റെ പൂർണ്ണ ദൃശ്യങ്ങൾ വ്യക്തമല്ല. രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി.
രേഖകളില്ലാതെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയ 21 കുട്ടികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 10 മുതൽ 13 വയസ്സുവരെ പ്രായമുള്ള 21 ആൺകുട്ടികളാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇവരോടൊപ്പം 2 ബീഹാർ സ്വദേശികളും ഉണ്ടായിരുന്നു. സംശയാസ്പദമായ രീതിയിൽ ഇവരെ കുട്ടികളുമായി പ്ലാറ്റ്ഫോമിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് വിവരം ചോദിച്ച് അറിയുകയായിരുന്നു. എന്നാൽ കുട്ടികളുടെ തിരിച്ചറിയൽ രേഖ ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കോഴിക്കോടുള്ള സ്ഥാപനത്തിലേക്ക് പഠനത്തിനായി കുട്ടികളെ കൊണ്ടുപോവുകയാണെന്നാണ് ഇവർ പറഞ്ഞത്. കൂടെയുണ്ടായിരുന്ന 2 പേരെയും വിശദമായ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടികളെ ശിശു സംരക്ഷണ സമിതിക്ക് കൈമാറി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. പണച്ചിലവ് ഏറെയുള്ള കലോത്സവ ഇനങ്ങളിൽ പങ്കെടുക്കാൻ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ചമയവും വേഷഭൂഷാദികളും നൽകി തൃശ്ശൂരിലെ നന്ദനം ഡാൻസ് കളക്ഷൻസ്. ഏത് ഇനത്തിൽ മത്സരിക്കുന്നവർക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും സൗജന്യമായി നൽകുമെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. സ്കൂളിൽ നിന്നുള്ള പ്രധാന അധ്യാപകന്റെ കത്തും തിരിച്ചറിയൽ രേഖകളും നൽകിയാൽ അർഹതയുള്ളവർക്ക് എല്ലാം സൗജന്യമായി ഇവിടെ നിന്ന് ലഭിക്കും. തൃശ്ശൂരിൽ കലോത്സവത്തിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് തൃശ്ശൂരിൽ ഒരു കടയുണ്ട്. അതായത് ഈ കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്ക് തികച്ചും സൗജന്യമായി വസ്ത്രങ്ങൾ നൽകുന്ന ഒരു കട. അതാണ് നന്ദനം ഡാൻസ് കളക്ഷൻ. തൃശ്ശൂർ MG റോഡിലുള്ള കടയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സൗജന്യമായി ഈ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ നൽകുന്നതെന്ന് ഇവരോട് ചോദിക്കേണ്ടതുണ്ട്. എല്ലാത്തരം വസ്ത്രങ്ങളും, അതായത് ക്ലാസിക്കൽ നൃത്തമാവട്ടെ, നാടോടി നൃത്തമാവട്ടെ, അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങളാവട്ടെ, പ്രച്ഛന്ന വേഷങ്ങളാവട്ടെ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കടയാണ്. ഇതെല്ലാം അർഹതപ്പെട്ടവർക്ക്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് തികച്ചും സൗജന്യമായാണ് ഈ കട ഉടമകൾ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കട ഉടമയെ തന്നെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സജീവ് ചേട്ടാ, ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ സൗജന്യമായി വസ്ത്രങ്ങൾ നൽകാമെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിയത്? ഇല്ല, ഇപ്പം നമ്മുടെ തൃശ്ശൂർ ഭരണ കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടിയും ഒരു ഇതാണല്ലോ. അത് കഴിഞ്ഞ വർഷം നമ്മളൊരു യാദൃശ്ചികമായൊരു തോന്നിയതാണ്. ഒരു 10 കുട്ടികളെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമുക്കതൊരു സൗജന്യമായിട്ട് കൊടുത്തുകൂടെയെന്ന്. അത് കഴിഞ്ഞ വർഷം സക്സസ് ആയി. അതുകൊണ്ട് ഈ വട്ടം നമ്മൾ കുറച്ചും കൂടിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. അത് ഡ്രസ് ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും എല്ലാതും. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഞങ്ങളൊരു 55 കുട്ടികളോളം ഇതിൻ്റെ നമുക്ക് കൊടുക്കാൻ പറ്റി. അത് ഈ വട്ടം ഒരു 100 കുട്ടികളാണ് അവിടേക്കാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും എന്താണ് മാനദണ്ഡം? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തികമായി വാങ്ങാൻ ശേഷിയില്ലാത്ത ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ചും സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സഹായം എന്നുള്ള രീതിയിലാണോ ഇത്? തീർച്ചയായിട്ടും. ഇപ്പോൾ കൂടുതൽ ഇത് ആവശ്യം വരിക ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളാണ്. അവർക്ക് കലാപരമായിട്ട് കഴിവ് കൂടുതലുണ്ടാവും. പക്ഷേ കോസ്റ്റ്യൂംസിൻ്റെ ലെവലിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ചെറിയ സഹായം. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പത്രത്തിൽ ചെറിയ കോളമായിട്ട് വന്ന ന്യൂസാണ്. അതേമാതിരി പലരും പല ജില്ലകളിൽ നിന്ന് വരുന്ന കുട്ടികൾ പല തിരക്കിൻ്റെ ഇടയിൽ പലതും മറന്നു വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ ഇവിടെ കിടന്നിങ്ങനെ ഓടി നടക്കും. നമ്മൾ പല കലോത്സവത്തിനും പോയിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണത്. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ തവണ വന്ന ചില കുട്ടികൾ ഡ്രസ്സ് എടുക്കാൻ മറന്നു വന്ന ചില കുട്ടികളുണ്ട് പുറം ജില്ലകളിൽ നിന്നൊക്കെ. അവർക്ക് വരെ സൗജന്യമായി ഇവിടുന്ന് ഡ്രസ്സ് കൊടുത്തു എന്നുള്ളതാണ്. അതെ, കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തിരുവാതിര കളിക്ക് വന്ന കുട്ടികളുണ്ടായിരുന്നു. അവരെ തിരക്കിൻ്റെ ഇടയിൽ ഡ്രസ്സ് മാത്രം എടുത്തു, ഓർണമെൻറ്റ്സ് എടുത്തില്ല. അപ്പോൾ ഈ മീഡിയ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞിട്ട് അവരിവിടെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തു അവർക്കുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളും. അവരുടെ അധ്യാപകൻ്റെ ഒരു ID പ്രൂഫാണ് നമ്മൾ ചോദിക്കണുള്ളൂ. എത്ര വർഷമായി ഈ ഒരു കട തുടങ്ങിയിട്ട്? നമ്മുടെ ഷോപ്പ് 25 വർഷമായി തൃശ്ശൂർ തുടങ്ങിയിട്ട്. ഇപ്പം നിലവിൽ ഇരിഞ്ഞാലക്കുട, പാലക്കാട് 3 ഷോപ്പുണ്ട്. അതായത് പ്രധാന അധ്യാപകന്റെ ഒരു ലെറ്റർ മാത്രം മതി. അർഹതപ്പെട്ട കുട്ടികൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഇവർ വസ്ത്രങ്ങൾ നൽകും. കഴിഞ്ഞ വർഷം 55 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ സൗജന്യമായി വസ്ത്രങ്ങൾ നൽകിയത്. നമുക്ക് നോക്കാം, ഇവിടെ ഈ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾക്കായി, അത് കുച്ചിപ്പുടി ആണെങ്കിലും ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും അതിനൊക്കെയുള്ള വസ്ത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ആവശ്യക്കാർക്ക്, അതായത് തികച്ചും അർഹതപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ കട ഉടമ പറയുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ സമാനമായി നൽകിയിരുന്നു. ഇവിടെ നമുക്ക് കാണാം ഈ ആടയാഭരണങ്ങൾ, ഈ ഒരു നൃത്തങ്ങൾക്കൊക്കെ ആവശ്യമായ ആടയാഭരണങ്ങൾ മാത്രമല്ല, ഈ കട മൊത്തം ഇത്തരത്തിലുള്ള ഈ കിരീടമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രച്ഛന്ന വേഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും ഇത്തരത്തിൽ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കടയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും ഇതൊക്കെ എത്രയാണ്? ഇതിപ്പോൾ സൗജന്യം അല്ലെങ്കിൽ വാടകയ്ക്ക് നൽകുകയാണെങ്കിൽ എത്രത്തോളം വില വരും ഇതിന്? നമുക്ക് ഏകദേശം ഒരു 2500. നമുക്ക് ഫുള്ള് എല്ലാം ഒറിജിനൽ ഓർണമെൻറ്റ്സ് ആണ് ടെമ്പിളിൻ്റെ. അപ്പോൾ നമുക്ക് 2500 തൊട്ട് നമുക്ക് വാടകയ്ക്ക് വരുന്ന ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ കുട്ടികൾക്കും.
ഇവർ ശരിക്കും ലാഭനഷ്ടങ്ങളൊന്നും നോക്കുന്നില്ല കേട്ടോ. കാരണം ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ നഷ്ടമായിരിക്കും. പക്ഷെ അതൊന്നും നോക്കാതെ കുട്ടികളുടെ കഴിവിനെ പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് നൽകുക എന്നുള്ള ഒരു രീതിയിലാണ് സൗജന്യമായിട്ട് ഈ ഒരു വസ്ത്രങ്ങളൊക്കെ നൽകുന്നത് അല്ലേ? അതെ അതെ തീർച്ചയായും. എന്താണ് പറയാനുള്ളത് ഈ ഇങ്ങനെ ഒരു കുട്ടികൾക്ക് നൽകുമ്പോൾ ശരിക്കും മനസ്സിനൊരു സന്തോഷമുണ്ട്? എന്താണ്? അതെ, വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇപ്പോൾ കലോത്സവത്തിൽ കുട്ടികൾ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ഇവിടെയുള്ള ജില്ലകളിലുള്ള സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ കുറവായിട്ടാണ് ഇവിടെയുള്ള കോസ്റ്റ്യൂം കൊടുക്കാറുള്ളത്. അപ്പോഴന്നെ അവർ പറയാറുണ്ട് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് വളരെ ഇവിടെ വില കുറവാണെന്നാണ് പറയാറുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ്. അതായത് നിരവധി കുട്ടികൾ ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ വസ്ത്രങ്ങളെല്ലാം വാടകയ്ക്കെടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അവർക്ക് മാത്രമല്ല പുറം ജില്ലകളിൽ നിന്ന് വസ്ത്രം എടുക്കാൻ മറന്നു വന്ന കുട്ടികൾക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ തികച്ചും സൗജന്യമായാണ് ഈ ഒരു നന്ദനം കടയിൽ നിന്നും വസ്ത്രങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കട ഉടമയ്ക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും വലിയ ഒരു അഭിനന്ദനങ്ങൾ, ഒരു ആശംസകൾ നൽകുകയാണ്. ഇത്തരത്തിലുള്ള സൽപ്രവർത്തികൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ. കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ യുവജാഗൃതി ദേശീയ യുവജന ദിനം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഉപന്യാസ രചനയിൽ കഴക്കൂട്ടം ആലൻ ഹെൽസ്മാൻ സ്കൂളിലെ വൈഷ്ണവ് ദിനേശ് 1ാം സ്ഥാനവും അമൃത വിദ്യാലയത്തിലെ ദ്വിജപ്രിയ സൗപർണിക RP എന്നിവർ 2ാം സ്ഥാനവും, VSSC സ്കൂളിലെ റമീസ M ഫാത്തിമ, TVM NNM HSSലെ ആർദ്ര അനിൽ, വിവേകാനന്ദ സെൻട്രൽ സ്കൂളിലെ അമൃത AB എന്നിവർ 3ാം സ്ഥാനവും നേടി. വിവേകാനന്ദ സ്വാമിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. എടപ്പാൾ ശ്രീ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവേകാനന്ദ ജയന്തി ആഘോഷിച്ചു. യുവജന ദിനത്തിന്റെ ഭാഗമായി പൊന്നാനിയിൽ സംഘടിപ്പിച്ച പരിപാടി മഞ്ചേരി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി K സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി AV ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജാഗൃതി എന്ന പേരിലാണ് വിവേകാനന്ദ ജയന്തി ആഘോഷം നടന്നത്. എടപ്പാൾ കുറ്റിപ്പാല ശ്രീ മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ ഭദ്രദീപം കൊളുത്തി. മഞ്ചേരി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി K സനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുവത്വത്തിൻ്റെ പ്രസരിപ്പും അവരുടെ തീക്ഷ്ണതയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്, എനിക്ക് 100 യുവതിയുവാക്കളെ തരൂ, ഞാൻ ഈ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കാം, അതുവഴി ലോകത്തെ പുനർനിർമ്മിക്കാവുന്ന. യുവാക്കളുടെ ആ ശക്തി അദ്ദേഹം വളരെ നേരത്തെ തിരിച്ചറിഞ്ഞു. കുരുക്ഷേത്ര ബുക്സ് മാനേജിംഗ് ഡയറക്ടർ കാബ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊയിലാണ്ടി ആശ്രമ മഠാധിപതി സുമേധാമൃത ചൈതന്യ ചോദ്യോത്തര സദസ്സിന് നേതൃത്വം നൽകി. തുടർന്ന് അമൃത യുവധർമ്മധാര സംഘടിപ്പിച്ച നാടകവും അരങ്ങേറി. അമൃത ന്യൂസ്, മലപ്പുറം. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന പ്രസ്ഥാനമായ ആയുധം സ്റ്റുഡൻസ് ഫോർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും സംയുക്തമായി യുവജാഗൃതി യുവജന സമ്മേളനം സംഘടിപ്പിച്ചു. മലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന സമ്മേളനത്തിന് മാതാ അമൃതാനന്ദമയി മഠം തിരുവല്ല മഠാധിപതി സ്വാമിനി ഭവ്യ അമൃത പ്രാണ അധ്യക്ഷത വഹിച്ചു. കേരള ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി അംഗം അരുൺ മോഹൻ, കുമാരി യമുന ദേവി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് BCom LLBക്ക് 9ാം റാങ്ക് കരസ്ഥമാക്കിയ അശ്വതി J നായരെ ആദരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ബൈക്ക് റാലി കോട്ടാങ്ങൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ആളുകളിലേക്ക് പകരുക ജന്മദിന സന്ദേശത്തെ ഇനി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ് വിപണി വിലയിരുത്തലുമായി. ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണികളിൽ സമ്മിശ്രമായാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ചും ഏഷ്യൻ വിപണികൾ എന്ന പലതിൽ നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം US-ഉമായുള്ള താരിഫ് നിർണയത്തിൽ ഒരു സമവായം ഉണ്ടാകാതെ പോകുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല അതിന് പുറമെ കഴിഞ്ഞ ആഴ്ച വീണ്ടും
US-ൽ താരിഫ് ഉയർത്തിയേക്കുമെന്നുള്ള ഒരു സൂചന വീണ്ടും ലഭിക്കുകയും ഒക്കെ ചെയ്തതും എല്ലാം കൂടെ വിപണിയെ അത് പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന അവസ്ഥയുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും അതിൻ്റെ ഒരു പുരോഗമനം അനുസരിച്ചിട്ടുള്ള ഒരു നീക്കം മാത്രമേ വിപണിയിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതായിരിക്കും ഇനി വിപണിയെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും പ്രേരകമായിരുന്ന ഒരു ഘടകം അത് മാത്രമായിരിക്കും. മറ്റൊന്ന് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ്. ആഭ്യന്തര തലത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്നു മുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വന്നു തുടങ്ങും. TCSന്റെ പ്രവർത്തന ഫലമാണെന്ന് പ്രതീക്ഷിക്കുന്നത്. അതും വിപണിയിൽ ഒരു അനുകൂല തരംഗം ഉണ്ടാക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരകമാവുകയും ചെയ്യും. എന്നാൽ പ്രവർത്തന ഫലങ്ങൾ അത്ര മികച്ചതായിരിക്കില്ല എന്നുള്ള ഒരു സൂചനയും ഉണ്ട്. പ്രത്യേകിച്ചും IT മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം IT മേഖലയിൽ സമ്മർദ്ദമായിരുന്നു. ഒപ്പം തന്നെ ബാങ്കിങ് മേഖലയിലും ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും HDFC ബാങ്കിൽ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മാസത്തെ ബാങ്കിങ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത്ര മികച്ചതായിരിക്കില്ല എന്നുള്ളൊരു സൂചന ലഭിച്ചത് HDFC ബാങ്കിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. റിലയൻസ് പോലുള്ള മുൻനിര ഓഹരിയിലും വലിയൊരു വിൽപ്പന പ്രകടനമായിരുന്നു. ഇതെല്ലാം ഈ ഒരു ആഴ്ചത്തെ വിപണിയിലെ നീക്കത്തിൽ നിർണായകം തന്നെയായിരിക്കും. അത്തരം ഓഹരികളുടെ ഒരു തിരിച്ചുകയറ്റം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും വിപണിയിലൊരു മുന്നേറ്റം ഉണ്ടാവാം. മറിച്ചാണെങ്കിൽ വിൽപ്പന പ്രതീക്ഷിക്കുകയും ചെയ്യാം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വലിയ തോതിൽ വിൽപ്പനയിലാണ്. ഈ ഘടകങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുന്നതാണ് ഇന്ന് വിപണി നഷ്ടത്തിൽ തുടങ്ങുമെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കണം. കാഞ്ഞിരപ്പള്ളിക്ക് സമീപം കൂവപ്പള്ളിയിൽ യുവതിയും യുവാവും വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ചങ്ങനാശ്ശേരി തുരുത്തി സ്വദേശി ഷേർലി മാത്യു ആണ് മരിച്ചത്. മരിച്ച യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഷേർലിയെ വീടിനുള്ളിൽ രക്തം വാർന്ന നിലയിലും യുവാവിനെ ജീവനൊടുക്കിയ നിലയിലുമാണ് കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. യുവതിയെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാതായതോടെ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഷേർലിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവൻ ഒടുക്കിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഫോറൻസിക് സംഘം വിവരങ്ങൾ ശേഖരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് എതിരായ ലൈംഗിക ആരോപണ കേസിൽ സഭാ നേതൃത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ച് നടപടി നേരിട്ട കന്യാസ്ത്രീ ആണ് സിസ്റ്റർ ലൂസി കളപ്പുര. നിയമ പഠനം പൂർത്തിയാക്കി അഭിഭാഷകയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയാണ് സിസ്റ്റർ ലൂസി. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണെന്ന് സിസ്റ്റർ ലൂസി പറഞ്ഞു. അഭിഭാഷകയായി എൻറോൾ ചെയ്തിരിക്കുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. എന്ത് തോന്നുന്നു പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു? വളരെ അഭിമാനവും സന്തോഷവും ഒരുമിച്ച് തോന്നുന്ന ഒരു സമയമാണിത്. ഈ ഒരു അഭിഭാഷക വൃത്തിയിലേക്ക് അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലേക്ക് ഒരാളായിട്ട് ഞാനും കൂടി എൻറോൾ ചെയ്യപ്പെടുകയാണ്. അതിലേക്ക് എന്നെ നിയമ പഠനത്തിലേക്ക് നയിച്ചത് നമ്മുടെ നീതി നിഷേധിക്കപ്പെട്ട ഒരു പറ്റ സിസ്റ്റേഴ്സ് ഇവിടെ നമ്മുടെ വഞ്ചി സ്ക്വയറിലിരുന്ന് സമരം ചെയ്ത് തെരുവിൽ വീണ് കടന്ന് കരഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ എൻ്റെ മനസാക്ഷി എന്നെ പ്രേരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാനും തെരുവിലേക്ക് എറിയപ്പെടുന്ന പോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ നീതിന്യായ പീഠത്തെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം നമുക്കുള്ള ഏറ്റവും നീതിക്കായി സമീപിക്കാവുന്ന, എല്ലായിടത്തുനിന്നും നിഷേധിക്കപ്പെടുമ്പോൾ സമീപിക്കാവുന്ന, ആശ്രയപ്പെടാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. ആ വിശ്വാസത്തിൽ നമ്മൾ നീതിന്യായ കോടതിയെ സമീപിക്കുകയും എനിക്കും നീതി ലഭിക്കുകയും ചെയ്തു. മണ്ടേറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ കോൺവെൻറ്റിൽ തന്നെ തുടരാനുള്ള ഒരു അനുവാദം നിയമം കോടതി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടിലും കണ്ണോടിക്കുമ്പോൾ നമുക്കറിയാം ധാരാളം പേര്, അതായത് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അറിവ് വേണം. അങ്ങനെയാണ് സ്ട്രീറ്റിൽ അല്ലെങ്കിൽ തെരുവിൽ അല്ലെങ്കിൽ മഠത്തിൻ്റെ മൂലയിൽ കടന്ന് കരഞ്ഞ് അല്ലെ എവിടെയെങ്കിലും ആയിപ്പെട്ട് തളർന്ന് കിടക്കേണ്ടിയിരുന്ന എനിക്ക് എൻ്റെ മനസാക്ഷിയിൽ കിട്ടിയൊരു ഊർജ്ജമാണ് ഈ നിയമ പഠനത്തിലേക്ക് എത്തിയതും. പഠനം പൂർത്തിയാക്കി വിജയകരമാക്കി ഇപ്പോൾ ഇന്ന് ബാർ കൗൺസിലിലേക്ക് മെമ്പറായിട്ട് എൻറോൾ ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ദിവസം എന്ന് പറയുന്നത് വലിയ അഭിമാനം. ഈ ഒരു പഠന കാലയളവ് എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. എങ്ങനെയാണ്? റിട്ടയർ ആയതിനു ശേഷമാണ് പഠിക്കുന്നത്. സ്കൂളിൽ നിന്ന് അധ്യാപികയായിട്ട് റിട്ടയർ ആയതിനു ശേഷം. പക്ഷേ ഒരു ഭാരമായിട്ട് തോന്നിയില്ല. പക്ഷേ ഞാൻ എത്ര കാലം ജീവിച്ച ഒരു സന്യാസ സമൂഹത്തിൽ നിന്ന് എനിക്കൊരു പിന്തുണയും ലഭിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പലും സഹപാഠികളുമൊക്കെ നല്ലൊരു ഒത്തൊരുമയിൽ വളരെയധികം അവരോടൊപ്പം അഭിമാനത്തോടെ പഠിക്കാനുള്ള നല്ലൊരു ഊർജ്ജം കിട്ടി. സാഹചര്യം കടുത്തതായിരുന്നു. ഇതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം വേദനാജനകമായിരുന്നു. അതാണ് ചിലപ്പോൾ ആ വേദനയിൽ തള്ളുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറിഞ്ഞു വീഴാം, ഇല്ലായ്മയായി പോകാം. പക്ഷേ അതേസമയം നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. അങ്ങനെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെയാണ് നിയമപഠനം.
ഇപ്പം ഞാൻ കോൺവെൻറ്റിൽ താമസിക്കുകയാണ്, എനിക്കൊരു ലൈസൻസ് എടുക്കാനുള്ള അവകാശം പോലും കോൺവെൻറ്റ് നിയമപ്രകാരം ഇല്ല എന്ന് എന്നോട് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് വയലേഷൻ ഓഫ്, എനിക്കതിന് അവകാശം ഇല്ലെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പല ജോലി സ്ഥലങ്ങളിലും താഴെ തട്ടി ജോലി ചെയ്യുന്നവർക്ക് ഈ അവകാശങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കോൺവെൻറ്റുകളിലടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇപ്പം എന്നോട് തന്നെ പുസ്തകം രചിച്ചത് തെറ്റാണ്, പിന്നെ അനുസരണത്തിനെതിരാണെന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും പാലിക്കേണ്ടതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ ആർട്ടിക്കിളും. അത് പാലിക്കാതിരിക്കുമ്പോൾ അവർക്കിവിടെ ജീവിക്കാനുള്ള, ആ സംവിധാനങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ് ഇല്ല. അടുത്തിടയ്ക്ക് പ്രമാദമായ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നടി ആക്രമിക്കപ്പെട്ട കേസ് പോലെയുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു നിയമ വിദ്യാർത്ഥി എന്ന രീതിയിൽ, ഇപ്പോൾ അഭിഭാഷക എന്ന രീതിയിൽ അതിനെയൊക്കെ എങ്ങനെയൊക്കെയാണ് കാണുന്നത്? അവർ പറയുന്നത് അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അവരുടെ കൂടെ നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം അവിടെ സത്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും. എങ്ങനെയൊക്കെയാണ് ഈ മുന്നോട്ട് പോകുന്നത്? നീതി നിഷേധിക്കപ്പെട്ട ഇടങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും പ്രവർത്തനം? വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും മനസ്സിൽ ഉണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും വർഷത്തെ ഒരു ജീവിതം പലതും കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ ഉള്ളതാണ്. അതൊക്കെ അതിനൊരു കരുത്താണ്. ഷുവർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഈ ഒരു ഇതിലേക്ക് വന്നത് നമ്മൾക്കും കൂടി, നമ്മളൊരു വിക്റ്റിമായപ്പോഴാണ്. ഇപ്പോൾ ഒരു വക്കീൽ ഒരു കക്ഷിക്ക് വേണ്ടി വാദിക്കുമ്പം കക്ഷിയായി മാറുകയാണ്. എന്നാലാവുന്ന വിധം നന്നായി ചെയ്യണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവിധ ആശംസകളും. ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ അവർ കൂടുതൽ കാര്യങ്ങൾ നീതി നിഷേധത്തിൽ കൂടുതൽ കരുത്തോടുകൂടി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ ശശികാന്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. 56-കാരനായ കോഴിക്കോട് പെരുവണ്ണാമുഴി സ്വദേശി MA ജോൺസന് 6-ാം മാസം പോളിയോ ബാധിച്ചതാണ്. 90% ഭിന്നശേഷിക്കാരനായ സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ജോൺസന്റെ ചിന്തകൾക്ക് പക്ഷേ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിനകം തന്നെ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ജോൺസന് മുന്നിൽ മൂലധനമാണ് തടസ്സമായി നിൽക്കുന്നത്. ഞാൻ ജോൺസൺ എന്ന പെരുവണ്ണാമൂഴിയാണ് കോഴിക്കോട് ജില്ലയിൽ. ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ പോളിയോ വന്നതാണ്. ഞാനൊരു അന്വേഷകനും കാലഘട്ടത്തിനൊരു മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. 1, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. 2, എൻ്റെ ശാരീരിക ആ ഒരു കുറവ്, ആ പരിധിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒത്തിരി ഗവേഷണങ്ങൾ നടത്തി ലോകത്തിന് തന്നെ മാറ്റം വരുത്താവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 1991 മുതൽ MTech ഇലക്ട്രോ ഡിജിറ്റൽ ഇൻഡസ്ട്രി എന്ന സ്ഥാപനം നടത്തുന്ന പെരുവണ്ണാമൂഴി സ്വദേശി ജോൺസൺ 2004 LED ബൾബുകൾ വെളിച്ചത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ കണ്ടെത്തിയത്. ഇത് ആദ്യത്തെ പ്രൊഡക്റ്റാണ്. ഇതൊരു 22 കൊല്ലത്തെ പഴക്കം. ഞാൻ ഡിസൈൻ ചെയ്ത് കോയമ്പത്തൂരും ബോംബെയിലും കൊണ്ടുപോയി ഡൈവേർട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഷെയ്സാണ്. ഫ്രാൻസിൽ നിന്ന് ഞാൻ ഡിസൈൻ ചെയ്ത് ഞാൻ കൊടുത്ത രൂപത്തിൽ അവരെനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ബിസിനസ് സാധ്യതയുള്ള 4ഓളം പുതിയ ടെക്നോളജികളും ജോൺസൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നാട്ടിൽ മുഴുവൻ കാട്ടുമഴ സജ്ജമാണ്. കൃഷിക്കാർ ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഏറ്റവും നമ്മുടെ മാർക്കറ്റിലോട്ട് ഇറക്കിയ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ സോളാർ പാനലിൽ നിന്ന് ചാർജ് ചെയ്യും. അത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. അതിനകത്ത് നമുക്ക് ശബ്ദം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ആൾക്കാരുടെ ശബ്ദമോ നമുക്ക് ഇഷ്ടമുള്ള ശബ്ദം നമുക്ക് സേവ് ചെയ്യാം. ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമായി ഇതിനകം ഏകദേശം 35 ലക്ഷത്തോളം രൂപ ജോൺസന് ചെലവായി. ജോൺസന്റെ ആശയങ്ങൾക്ക് ജീവൻ നൽകാൻ അച്ഛൻ്റെ വഴിയെ തന്നെ മക്കളായ ജഷൂമും ജയൂണുമുണ്ട്. ഭാര്യ ഉഷയാണ് ജോൺസന്റെ കരുത്ത്. ആദ്യം തൊട്ടേ ഈ LED കണ്ടുപിടുത്തവും അങ്ങനെ ഓരോ കണ്ടുപിടുത്തമായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് വേറൊരു ഭാഗത്തോട് തിരിയാൻ താല്പര്യം ഉണ്ടാവില്ല. നിലവിൽ LED ബൾബുകളുടെ നിർമ്മാണത്തിൽ ജോൺസൺ പരിശീലനം നൽകിയ മൈക്രോ യൂണിറ്റുകൾ 2 പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. വെറുതെ ഭാവനയിൽ വിരിയുന്ന ആശയങ്ങളല്ല, രാഷ്ട്രപതിയിൽ നിന്നുൾപ്പെടെ ലഭിച്ച നിരവധി അംഗീകാരങ്ങളും ജോൺസന്റെ കയ്യിലുണ്ട്. ആരുടെയും സഹായമല്ല, തന്റെ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രവർത്തന മൂലധനമാണ് ജോൺസൺ ആവശ്യം. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. വിലയിടിവും രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും
കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കൃഷിയിറക്കുന്ന കർഷകർക്ക് ഭീഷണിയായി വന്യമൃഗ ശല്യവും. കഴിഞ്ഞ ദിവസം ഇടുക്കി കാഞ്ചിയാറിൽ 150ഓളം ഏത്തയ്ക്ക വാഴത്തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഇടുക്കി കാഞ്ചിയാർ ലെബക്കട സ്വദേശിയായ കാരക്കുന്നേൽ ടോമിച്ചന് കൃഷിയാണ് ജീവിതമാർഗം. കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഇദ്ദേഹം കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയിലാണ് കാട്ടുപന്നികളുടെ ആക്രമണം. 3 മാസം മുമ്പ് വിളവിറക്കിയ 1500 ഏത്തവാഴ തൈകളിൽ 150 എണ്ണത്തോളം കാട്ടുപന്നികൾ പൂർണ്ണമായി നശിപ്പിച്ചു. ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് കൃഷി ഇറക്കിയത്. അതിന്റെ തട വരെ കുത്തിയെടുത്ത് തിന്നുകയായത്. ഇങ്ങനെ നമ്മളിത് യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ലോണാണ് തിരിച്ചടയ്ക്കാനായിട്ട് യാതൊരു മാർഗവും കാണുന്നില്ല. എന്തെങ്കിലും കൃഷിഭവനിൽ നിന്നോ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാഞ്ചിയാർ പാലാക്കടയിൽ സുഹൃത്തിന്റെ 1.5 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് ടോമിച്ചൻ കൃഷി ഇറക്കിയത്. വാഴയോടൊപ്പം പാവലും കൃഷി ചെയ്തിട്ടുണ്ട്. കാട്ടുപന്നി ശല്യം മൂലം കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. വന്യമൃഗശല്യം നേരിടുന്ന കർഷകർക്ക് സർക്കാരിൽ നിന്ന് കാര്യമായ നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. അമൃത ന്യൂസ്, ഇടുക്കി. ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ ഒത്തുകൂടി. പ്രായമേറെ ആയിരിക്കുന്നു. നടക്കാനും സംസാരിക്കാനും പ്രയാസവുമുണ്ട്. പലർക്കും ഓർമ്മക്കുറവുണ്ട്. ചിലർ മണ്ണോട് ചേർന്ന് വർഷങ്ങളായി. അവർക്ക് പകരം അവരുടെ പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിട്ടുണ്ട്. വികാരനിർഭരമായ കൂടിക്കാഴ്ച. ഒരുപാട് യാത്രകൾക്ക് ശേഷം അവർ ഒത്തുകൂടി. പ്രായമേറെയായിരിക്കുന്നു. നടക്കാനും സംസാരിക്കാനും പ്രയാസമുണ്ട്. പലർക്കും ഓർമ്മക്കുറവുണ്ട്. ചിലർ മണ്ണോട് ചേർന്ന് വർഷങ്ങളായി. അവർക്ക് പകരം അവരുടെ പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിട്ടുണ്ട്. വികാരനിർഭരമായ കൂടിക്കാഴ്ച എന്ന് തന്നെ പറയാം. കത്തി നിന്ന യൗവനം രാജ്യത്തിനായി സമർപ്പിച്ചവർ, ശത്രുക്കളുടെ ചാരക്കണ്ണിൽ നിന്ന് നമ്മളെ സുരക്ഷിതമായി പൊതിഞ്ഞു സൂക്ഷിച്ചവർ, ശത്രുവിൽ നിന്ന് മാത്രമല്ല ജീവിതം ദുസ്സഹമാക്കുന്ന ഏതു ദുരന്തത്തിലും ആദ്യം ഓടിയെത്തിയവർ. ഈ പുതുവർഷ ആരംഭത്തിലാണ് ഇന്ത്യൻ സേനയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ നേതൃത്വത്തിൽ പഴയ പടയാളികൾ ഒത്തുചേർന്നത്. അവരുടെ വിശേഷങ്ങളും ആവശ്യങ്ങളും ചോദിച്ചറിഞ്ഞ സേനാ മേധാവികൾ. ഒത്തുചേരലിനപ്പുറം മറ്റൊരു സന്തോഷവും ഇല്ലെന്ന് പലരും കണ്ണു നിറച്ച് പറയുന്നു. പക്ഷേ ചിലർക്കെങ്കിലും ജീവിതം മുന്നോട്ട് പോകാൻ കൈത്താങ്ങ് അത്യാവശ്യമാണെന്ന് അധികൃതർ തിരിച്ചറിയുന്നുണ്ട്. ആരോഗ്യ പരിപാലന രംഗത്തടക്കം മുൻ സൈനികർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഒത്തുചേരലിന് ഉണ്ടായിരുന്നു. സേവനത്തിന് എന്ത് വില കൊടുത്താലാണ് മതിയാവുക? അവരോടൊപ്പം നിൽക്കുക, വാർദ്ധക്യത്തിൽ അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. ഇത് രണ്ടുമാണ് അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യുപകാരം.
സ്പോർട്സ് വാർത്തയിലേക്ക്. സ്പാനിഷ് സൂപ്പർ ലീഗ് കിരീടം ബാഴ്സലോണയ്ക്ക്. റയൽ മാഡ്രിഡിനെ 3-2 ബാഴ്സലോണ തകർത്തത്. നിശ്ചിത സമയത്തിന്റെ അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ റാഫിഞ്ഞയുടെ ഇരട്ട ഗോളുകളാണ് ബാഴ്സയ്ക്ക് വിജയം സമ്മാനിച്ചത്. തുടക്കത്തിൽ ഇരു ടീമുകളും അക്രമോത്സുകതയില്ലാതെയാണ് കളിച്ചതെങ്കിലും ബാഴ്സലോണ ഗോൾ പൊസിഷൻ നിയന്ത്രിച്ചു. എന്നാൽ റയൽ മാഡ്രിഡിന്റെ പ്രതിരോധ നിരയ്ക്ക് മുന്നിൽ ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല. 36-ാം മിനിറ്റിൽ റഫീഞ്ഞോ ഇടങ്കാൽ കൊണ്ട് മികച്ചൊരു സ്ട്രൈക്ക് അഴിച്ചുവിട്ട് ബാഴ്സലോണയ്ക്ക് ആദ്യ ലീഡ് നൽകി. എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ മത്സരം നാടകീയമായ വഴിത്തിരിവിലൂടെ കടന്നുപോയി. വിനീഷ്യസ് ജൂനിയറിലൂടെ റയൽ സമനില പിടിച്ചു. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ റോബർട്ട് ലെവൻഡോവിസ്കി ബാഴ്സയെ വീണ്ടും മുന്നിലെത്തിച്ചു. എന്നാൽ ഗോൺസാലോയിലൂടെ റയൽ വീണ്ടും സമനില പിടിച്ചു. രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും വിജയത്തിനായി പൊരുതിയെങ്കിലും 73-ാം മിനിറ്റിൽ റാഫിഞ്ഞ തന്റെ രണ്ടാം ഗോൾ കണ്ടെത്തിയതോടെ ബാഴ്സലോണ 3-2 മുന്നിലെത്തി. കളിയുടെ അവസാന മിനിറ്റുകളിൽ ഫ്രാങ്കി ഡിയോങ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായെങ്കിലും ബാഴ്സ റയലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. നമസ്കാരം.